ഒരു യുദ്ധം ലക്ഷക്കണക്കിന് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മരണത്തിന് കാരണമായി. കൂടാതെ ഒരു രാജവംശത്തിൻ്റെ പൂർണ്ണ നാശം ഉണ്ടാകുവാൻ കാരണമായി. ഇതെല്ലാം സംഭവിക്കുവാൻ കാരണമായത് എന്ത്? വിധിയോ അതോ ദൈവനിശ്ചയമോ? അല്ലെങ്കിൽ മനുഷ്യരുടെ ചില പിഴവുകളോ? നമ്മൾ ഇന്ന് അന്വേഷിക്കുവാൻ പോകുന്നത് മഹാഭാരതത്തിലെ ഏറ്റവും വലിയ 10 പിഴവുകൾ ആണ്. നിങ്ങൾ വിശ്വസിക്കുമോ? ഈ പിഴവുകൾ ഇല്ലായിരുന്നുവെങ്കിൽ കുരുക്ഷേത്ര യുദ്ധം നടക്കില്ലായിരുന്നുവെന്ന്. ആദ്യത്തെ വലിയ പിഴവ് എന്നത് ഭീഷ്മരുടെ പ്രതിജ്ഞയാകുന്നു. ഭീഷ്മർ എടുത്ത ആ ഒരു പ്രതിജ്ഞ അതൊരു മഹാത്യാഗമായിരുന്നു. പക്ഷേ അതേസമയം ആ മഹാഭാരതത്തിൻ്റെ തുടക്കം അവിടെ നിന്നുമായിരുന്നു എന്ന് തന്നെ പറയണ്ടേ. ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല, സിംഹാസനം എനിക്കാവശ്യമില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. അതിൻ്റെ ഫലം ഹസ്തിനാപുരത്തിന് സ്ഥിരമായൊരു അവകാശിയില്ലായിരുന്നു എന്നത് തന്നെ ആയിരുന്നു. രാജവംശം ദുർബലമായി. ഭീഷ്മർ നല്ലത് ചെയ്യാനാണ് ശ്രമിച്ചിരുന്നു എങ്കിലും പക്ഷേ അതായിരുന്നു ഒന്നാമത്തെ വലിയ പിഴവായി മാറിയത്. രണ്ടാമത്തെ തെറ്റ് ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ അന്ധമായ പുത്രസ്നേഹം. ഒരച്ഛൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം അത് മക്കളെ അന്ധമായി സ്നേഹിക്കുന്നത് തന്നെയായിരുന്നു. ധൃതരാഷ്ട്ര മഹാരാജാവ് അറിഞ്ഞിരുന്നു ദുര്യോധനൻ തെറ്റിന്റെ പക്ഷക്കാരനാണെന്നും തെറ്റാണെന്നും. പക്ഷെ അവനെ ഒരിക്കലും തിരുത്തുവാനോ തടയുവാനോ ശ്രമിച്ചില്ല. അതിന്റെ ഫലമായി ദുര്യോധനൻ കൂടുതലായി ക്രൂരനായി മാറി. യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. നമുക്ക് ആ പിതാവിന്റെ ജീവിതം പറഞ്ഞു നൽകുന്ന ഗുണപാഠം അന്ധമായ പുത്രസ്നേഹം നാശം വരുത്തും എന്നത് തന്നെയാണ്. മൂന്നാമത്തെ കാര്യം കർണന്റെ തെറ്റായ സൗഹൃദം ആയിരുന്നു. ഒരു മഹാവീരൻ, ഒരു ദാനശീലൻ. പക്ഷേ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ പിഴവ് ദുര്യോധനനെ പിന്തുണച്ചത് ആയിരുന്നു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു പാണ്ഡവരാണ് ശരിയെന്ന്. പക്ഷേ അദ്ദേഹം വിശ്വസ്തത തിരഞ്ഞെടുത്തു. അതിൻ്റെ ഫലം അദ്ദേഹത്തിൻ്റെ ജീവിതം ദുരിതമയമായി. അദ്ദേഹം അന്യായത്തിൻ്റെ ഭാഗത്ത് നിന്ന് മരണം വരിച്ചു. നാലാമതായി യുധിഷ്ഠിരൻ്റെ ചൂതാട്ടം. ധർമ്മരാജാവ് ആയിരുന്നിട്ടും അതേസമയം വലിയ പിഴവുകാരനായി. രാജ്യം കളഞ്ഞു, സഹോദരന്മാരെ കളഞ്ഞു, ഒടുവിൽ പാഞ്ചാലിയെ പോലും പണയം വെച്ചു. അടുത്തതായി ദ്രൗപദിയുടെ ആ ചിരി. ദ്രൗപദി ദുര്യോധനനെ പരിഹസിച്ചപ്പോൾ അതൊരു ചെറിയ സംഭവം പോലെ തോന്നാമെങ്കിലും അതൊരു വലിയ തീപ്പൊരിയായിരുന്നു. അതിൻ്റെ ഫലം ദുര്യോധനന്റെ പ്രതികാരം, ചൂതാട്ടം, അപമാനം, തുടർന്നുള്ള യുദ്ധം ആയിരുന്നു. ആറാമതായി കൃഷ്ണന്റെ സമാധാന ശ്രമം പരാജയപ്പെട്ടത് ആണ്. കൃഷ്ണൻ യുദ്ധം ഒഴിവാക്കുവാൻ ശ്രമിച്ചു. 5 ഗ്രാമങ്ങൾ പോലും കൊടുക്കുവാൻ കൗരവന്മാരോട് ആവശ്യപ്പെട്ടു. പക്ഷെ ദുര്യോധനൻ അവയെല്ലാം നിരസിച്ചു. അതിൻ്റെ ഫലമായി യുദ്ധം ഉണ്ടായി. അടുത്തതായി ശകുനിയുടെ കപടത. ശകുനി ഈ കഥയുടെ ബുദ്ധികേന്ദ്രം ആണ്. അയാളുടെ പ്രതികാരം, കപടത ഇവയെല്ലാം കാരണം മുഴുവൻ രാജവംശവും നശിച്ചു. പിന്നെ അർജുനന്റെ സംശയം. യുദ്ധഭൂമിയിൽ അർജുനൻ തളർന്നു. ഞാൻ പോരാടില്ല എന്ന് പറഞ്ഞു. തന്മൂലം തന്നെ ഭഗവത്ഗീത ഉണ്ടായി. അതുകൊണ്ട് തന്നെ അർജുനന്റെ ആ സംശയവും തളർച്ചയും മാറി. അങ്ങനെ യുദ്ധം നടന്നു. 9ാമതായി ഗാന്ധാരിയുടെ ശാപം. ഗാന്ധാരി ഒരു അമ്മയാണ്. അവരുടെ വേദന മൂലം കൃഷ്ണനെ അവർ ശപിച്ചു. അതിൻ്റെ ഫലമായി യാദവ വംശം മൊത്തം നശിച്ചു. മഹാഭാരതം നമ്മെ പഠിപ്പിക്കുന്നത് പിഴവുകൾ ചെറിയതാണെങ്കിലും അവയുടെ ഫലം വൻതോതിൽ ആയിരിക്കുമെന്നാണ്. ഈ കഥയിലെ നായകൻ യഥാർത്ഥത്തിൽ ആരാണ്? അല്ലെങ്കിൽ പ്രതിനായകൻ യഥാർത്ഥത്തിൽ ആരാണ്? ഒരാളും പൂർണ്ണമായി നല്ലവരല്ല, ഒരാളും പൂർണ്ണമായി ദുഷ്ടരുമല്ല. എല്ലാവരും മനുഷ്യരാണ്, പിഴവുകൾ ചെയ്യും.